സ്വഹീഹുൽ ബുഖാരി ദർസ് 22 കിതാബുൽ ഈമാൻ ബാബു ഹുസ്നി ഇസ്ലാമിൽ മർഇ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ജീവിതം നല്ല നിലയിലാക്കുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് അയാളുടെ ഇസ്ലാം അത് നല്ല നിലയിലാക്കുക, അത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹദീസ് 41. ഇവിടെ ആദ്യം പറയാൻ പോകുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായിട്ട് കൊടുത്ത ഹദീസാണ്. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പരമ്പരയില്ലാതെ തുടക്കത്തിലോ ഇടയിലോ ഒക്കെ റാവിമാരെ വിട്ടുകളഞ്ഞ് കൊടുക്കുന്നതിനാണ് മുഅല്ലഖായി കൊടുക്കുന്നത്. മുഅല്ലഖായി കൊടുത്ത ഹദീസാണ് വിചാരിച്ചിട്ട് അതിന് സനദ് ഇല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടെ സനദ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ കൊടുത്തിരിക്കുന്ന ഹദീസിന് യഥാർത്ഥത്തിൽ പൂർണ്ണമായ സനദ് ഉണ്ട്. അത് ഫത്ഹുൽ ബാരിയിൽ കാണാം. പല കിതാബുകളിൽ ഇതിന്റെ പൂർണ്ണമായ പരമ്പര വന്നിട്ടുണ്ട്. പക്ഷെ ബുഖാരി റഹിമഹുല്ലാ അവരുടെ മാനദണ്ഡ പ്രകാരം ഇത് അങ്ങനെ മുഅല്ലഖായി കൊടുത്തതാകണം. ഏതായാലും ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ്. ബുഖാരി റഹിമഹുല്ലാ ഇത് മുഅല്ലഖായിട്ട് പൂർണ്ണ റാവിമാരെ കൊടുക്കാതെ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ജസ്മിന്റെ സിഗയിൽ, ജസ്മിന്റെ സിഗ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുന്ന സിഗയിൽ ആണ് കൊടുത്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. 41 നമ്പർ ഹദീസ്. ഖാല മാലിക്കുൻ, കണ്ടോ, ഖാല മാലിക്കുൻ കണ്ടാ തുടങ്ങിയത്. മാലിക് റഹിമഹുല്ല പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലാതെ ബുഖാരി റഹിമഹുല്ലയോട് ആര് പറഞ്ഞു എന്നുള്ളത് വ്യക്തമാകുന്നില്ല. പക്ഷെ പൂർണ്ണമായ പരമ്പര ഈ ഹദീസിന് മറ്റു കിതാബുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഫത്ഹുൽ ബാരിയിൽ ആവശ്യമുള്ളവർ നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. قال مالك أخبرني زيد بن أسلم أن عطاء بن يسار أخبره أن أبا سعيد الخدري أخبره أنه سمع رسول الله صلى الله عليه وسلم يقول. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു. ഇദാ അസ്ലമൽ അബ്ദു ഫഹസുന ഇസ്ലാമുഹു യുകഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅത്തിൻ കാന സലഫഹ വകാന ബഅദ ദാലിക അൽ ഖിസാസ് അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ വസ്സയ്യിഅതു ബിമിസ്ലിഹാ ഇല്ലാ അൻ യതജാവസ അല്ലാഹു അൻഹാ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇദാ അസ്ലമൽ അബ്ദു, ഒരു ദാസൻ മുസ്ലിം ആയാൽ, ദാസൻ എന്ന് പറഞ്ഞാൽ ദാസിയും പെടും, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, മൊത്തത്തിലാണ് പറയുന്നത്. ഫഹസുന ഇസ്ലാമുഹു, എന്നിട്ട് അവന്റെ ഇസ്ലാം നന്നാവുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ അവൻ മുഖലിസായി ശരിക്കും ഇസ്ലാമിക നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് പരമാവധി പാലിക്കാൻ ശ്രമിച്ച് ആത്മാർത്ഥതയോടുകൂടി ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും അവന്റെ ജീവിതത്തിൽ ഇസ്ലാം കൊണ്ട് നടന്നാൽ യുകഫിറുല്ലാഹു അൻഹു, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അള്ളാഹു അവന് പുറത്തു കൊടുക്കും. കുല്ല സയ്യിഅത്തിൻ കാന സലഫഹ, അവൻ മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും. വകാന ബഅദ ദാലിക അൽ ഖിസാസ്, അതിനുശേഷം പിന്നെ ഖിസാസ് ഉണ്ട്. ഖിസാസ് എന്ന് പറഞ്ഞാൽ വിചാരണ എന്ന് പറഞ്ഞാല് അവൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹു ഈ ഇസ്ലാം സ്വീകരണത്തോടു കൂടി പൂർണ്ണമായിട്ടും പുറത്തു കൊടുക്കും. പിന്നെ അതിനുശേഷം അവൻ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾക്ക് വിചാരണ ഉണ്ടാവും. എന്നിട്ട് പറയുന്നത് അൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ ഇലാ 700 ളഅഫിൻ. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ശേഷം അദ്ദേഹം ചെയ്യുന്ന നന്മ, ഹസനത്ത് നന്മ, ബി അശ്രി അംസാലിഹ, അതിന് 10 ഇരട്ടി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നന്മക്ക്, ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം മിനിമാണത്. ഇലാ 700 ളഅഫിൻ, 700 ഇരട്ടി വരെ. അപ്പൊ ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് 10 ഇരട്ടി, അത് 700 ഇരട്ടി വരെ വർധനവുണ്ടാവാം. അയാളുടെ ആത്മാർത്ഥതയും മറ്റു പല ഘടകങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും, അള്ളാഹു കബൂലാക്കുന്നത് ആശ്രയിച്ച്. വസ്സയ്യിഅതു, തിന്മ, ഇനി അയാൾ ചെയ്യുന്ന തിന്മക്കോ ബിമിസ്ലിഹ, തത്തുല്യം മാത്രം. എന്ന് പറഞ്ഞാൽ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മന്റെ കുറ്റം മാത്രമേ ഉള്ളൂ ഉണ്ടാവുക. ഇല്ലാ അൻ യതജാവസ അല്ലാഹു അൻഹ, അത് തന്നെ എങ്ങനെ, അള്ളാഹു അവന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ,
അപ്പൊ ഒരു തിന്മ ചെയ്തു, ആ തിന്മ അള്ളാഹു അവന് മാപ്പാക്കി കൊടുത്താലോ ആ ഒരു തിന്മന്റെ കുറ്റമല്ല എന്നതാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറും തൗബയൊക്കെ വർദ്ധിപ്പിച്ച് അവന് അതിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതെയൊക്കെ എന്നാൽ അവന് അള്ളാഹു മാപ്പാക്കി. 42 സമാനമായിട്ടുള്ള ഒരു ഹദീസ് തന്നെയാണ് ഇത്. മുഅല്ലഖല്ല, പൂർണ്ണമായിട്ട് മുത്തസിലായിട്ടുള്ള ഹദീസാണ്. 42 حدثنا إسحاق بن منصور قال حدثنا عبد الرزاق قال أخبرنا معمر عن حمام عن أبي هريرة قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു ഫകുല്ലു ഹസനത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ضعف വകുല്ലു സയ്യിഅത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിമിസ്ലിഹാ. ഇദാ അഹ്സന അഹദുക്കും ഇസ്ലാമഹു, ഒരാളുടെ ഇസ്ലാം നന്നായാൽ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാളുടെ ഇസ്ലാം സ്വീകരണം, അയാൾ മുസ്ലിം ആയി ജീവിക്കുക എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാണ്, ആ ഇഹ്സാനിന്റെ ലെവലെത്തി. അങ്ങനെ അയാൾ അള്ളാഹുവിന് മാത്രം തനിച്ചാക്കി ശിർക്കൊന്നുമില്ലാതെ ബിദ്അത്തൊന്നും കലരാതെ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള അമലുകൾ, അങ്ങനെ അവന്റെ ഇസ്ലാമിക ജീവിതം ചിട്ടപ്പെടുത്തി എങ്കിൽ ഫകുല്ലു ഹസനത്തിൻ, എല്ലാ നന്മയും, അപ്പൊ അവൻ ചെയ്യുന്ന ഓരോ നന്മയും യഅമലുഹ, അവൻ പ്രവർത്തിക്കുന്ന, തുക്തബു ലഹു, അവന് രേഖപ്പെടുത്തപ്പെടും, ബിഅശ്രി അംസാലിഹ, അതിന്റെ 10 ഇരട്ടിയിൽ, ഇലാ 700 ളുഅഫിൻ, 700 ഇരട്ടി വരെ. അപ്പൊ ഇത് ഇസ്ലാം സ്വീകരിക്കുന്നവർക്ക് മാത്രമല്ല, മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിക്കുന്നവർക്കും ബാധകമാണ് ഇത്. കുല്ലു സയ്യിഅത്തിൻ യഅമലുഹാ തുക്തബു ലഹു ബിമിസ്ലിഹാ. ഇനി അവൻ ചെയ്യുന്ന ഓരോ തിന്മക്കും അത് തത്തുല്യമായി രേഖപ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞാൽ, അത് ഒരു തിന്മ 2 തിന്മയായിട്ട് രേഖപ്പെടുത്തൂല, ഒരു തിന്മക്ക് ഒരു തിന്മയുടെ കുറ്റം മാത്രം. അത് തന്നെ എന്താണ്, അള്ളാഹു മാപ്പാക്കിയില്ലെങ്കിൽ അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇസ്തിഗ്ഫാറും തൗബയൊക്കെ വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുകയാണെങ്കിൽ അവന് പൂർണ്ണമായിട്ടും അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം.